തെരുവിലിറങ്ങിയാലുണ്ടല്ലോ, ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഓളെ തല്ലുകൊള്ളി. രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ രക്തസാക്ഷി. പക്ഷെ എനിക്ക് അഭിലാഷ് മോഹനോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. അഭിലാഷ് മോഹൻ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മാതൃഭൂമി ചാനലിലാണ്. ഓഹോ, അപ്പടിയാ? അതെനിക്ക് தெரியாதே. നിങ്ങളുടെ മാതൃഭൂമിയുടെ പത്രം ഉണ്ടല്ലോ, ആ പത്രം കുറെ നാളായി തുടങ്ങിയിട്ട്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ നാളായി. അത് വെറുതെ പൊട്ടങ്കളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ അഭിലാഷ് മോഹൻ വായിച്ചിട്ടുണ്ടാവും. പിന്നെ നരേന്ദ്രമോദി കൂടെ 12 വർഷത്തെ അരാജകത്വ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്നാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. ഈ 12 വർഷമായിട്ട് ഒരു വിദ്യാർത്ഥിയും ഇന്ത്യയിൽ സമരം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നാളത്തെ ചലച്ചിത്രകാരന്മാർക്ക് ജന്മമേകുന്ന ലോകപ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. കലാസാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഈ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല, പക്ഷേ കാരണം രാഷ്ട്രീയമാണ്. തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അഴിമതിരഹിതമായ ഒരു ഭരണം കഴിഞ്ഞ 12 വർഷമായി നടത്തുന്ന, ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിനെ ഈ എന്താ പറയാ, അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ സമരത്തിന്റെ ലക്ഷ്യമൊക്കെ വളരെ വ്യക്തമാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറിന് മനസ്സിലായി, സന്തോഷം. ഞാൻ ഒരു കാര്യം അഭിലാഷ് മോഹനോടും ഈ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, അയാളോടും പറയാൻ ആഗ്രഹിക്കുന്നു. നീ എന്താന്ന് വെച്ച കാര്യം പറ. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് നരേന്ദ്രമോദി. അതിനൊന്നും ഇല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി സൗഹൃദമുള്ള, ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള, ആത്മീയ ബന്ധമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഞങ്ങൾ അങ്ങോട്ട് തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, വെറുതെ ചിരിപ്പിക്കരുത്. ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. ഞാൻ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ എന്റെ? അപ്പൊ അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. ഇനി ആരും സൂത്രം കാണിച്ചാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. ഞങ്ങൾക്കാണ് വലിപ്പം, ഞങ്ങൾക്കാണ് ശക്തി. ബാക്കി തെരുവിലിറങ്ങുന്ന ആളുകളെയൊക്കെ അങ്ങ് നിഷ്കാസനം ചെയ്ത് പറയാം. അത്രേ ഉള്ളൂ. കൊടുകൈ കലക്കി കളഞ്ഞു. പക്ഷെ പറയേണ്ടത് പറയും, ഇനിയും എഴുതും. തറവാട്ടി പറഞ്ഞവൻ ഇനിയും പറയും. ഞങ്ങള് അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കും, എഴുതേണ്ടടുത്ത് എഴുതും, ഇനിയും എഴുതും. നിങ്ങള് ആ എഴുതിയവരോട് പറഞ്ഞേക്ക്, ഇന്ത്യയിൽ നടക്കില്ല. എന്തൊക്കെയാണ് വിളിച്ചിരുന്ന് പറയുന്ന? അല്ല, അത് ഗോപാലകൃഷ്ണൻ ഇന്ത്യയാണ്. അത് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. പണ്ടേ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? കേരളത്തിന്റെ ചരിത്രത്തിൽ ജയിലിൽ ഇരുന്നുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, KP കേശവ മേനോൻ. അവനൊന്നും അറിയില്ല താമോ. ഇപ്പോഴത്തെ കാര്യത്തില് ഈ കുട്ടികളുടെ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറ. നടക്കുവോ? പറ്റുവോ? വളവള വർത്താനം പറ, കാര്യം പറ. വിദ്യാർത്ഥികളുടെ സമരം തന്നെയാണോ അവിടെ നടക്കുന്നത്? ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? എനിക്ക് ചെറിയ അത്ഭുതം. എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില ഇൻഫർമേഷൻസും ഇപ്പോഴത്തെ പുതിയ ചില വെളിപ്പെടുത്തലുകളും വെളിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ഞാൻ ഒന്നാമത് ചോദിക്കുക, ഇവിടെ വന്നിട്ടുള്ള അഭിലാഷ് മോഹൻ അടക്കം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനാണ്? ഞാൻ ഇതിന്റെ ഒരു കാരണം ഒന്ന് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ നീറ്റ് എക്സാം കുളമായി 2 തവണ നടത്തേണ്ടി വന്നു. രാജ്യത്ത് 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. CBSE പരീക്ഷ കുളമായി. CBSEയുടെ 12ാം ക്ലാസ് മൂല്യനിർണ്ണയം നാശമായി. അങ്ങനെ
ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടി. അപ്പൊ അതിനൊരാൾ അക്കൗണ്ടബിൾ ആവണ്ടേ, ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അത്രേ ഉള്ളൂ. തമാശ കളിക്ക്. എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കുക? ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ? അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.